ഹലോ ഗൈസ്, T20 വേൾഡ് കപ്പിലെ ഏറ്റവും വലിയ അപ്സെറ്റുകളിൽ ഒന്ന് നടന്നിരിക്കുകയാണ്. പാകിസ്ഥാനെ USA ബീറ്റ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ടൈമാണ് പാകിസ്ഥാൻ നോൺ ഫുൾ ടൈം മെമ്പർ ടീമിനോട് തോക്കുന്നത്. ഇന്നലത്തെ കളി നോക്കുകയാണെങ്കിൽ എല്ലാ മേഖലകളിലും പാകിസ്ഥാനേക്കാൾ മികച്ചു നിന്നത് USA തന്നെയായിരുന്നു. ബാറ്റിംഗ് ആയാലും ബോളിംഗ് ആയാലും ഫീൽഡിംഗ് എല്ലാം വളരെ മികച്ച ഒന്ന് രണ്ട് ക്യാച്ചുകളും USA ഭാഗത്തു നിന്നുണ്ടായി. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ പാകിസ്ഥാൻ ഒന്ന് രണ്ട് വിക്കറ്റുകൾ പോയതിനു ശേഷം ഭയങ്കരമായിട്ട് ബാക്ക് ഫുട്ടിൽ വന്ന് ഭയങ്കരമായിട്ട് ഡിഫൻസ് കളിക്കുന്ന ഒരു രീതിയാണ് കണ്ടത്. 160 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അസോസിയേറ്റ് നേഷൻ ടീമിനോട് 160 ഓക്കെ എന്നൊരു സ്കോറാണ്. പാകിസ്ഥാന്റെ ബോളിംഗ് ലൈനപ്പ് നോക്കുക, ഷഹീൻ ഷാ അഫ്രീദി, മുഹമ്മദ് ആമിർ, ഹാരിസ് റൌഫ്, നസീം ഷാ, ടോപ്പ് 4 ബോളേഴ്സാണ്, ടോപ്പ് 4 ഫാസ്റ്റ് ബോളേഴ്സ് എന്ന് പറയാം. ഇപ്പോൾ ഉള്ളത് വൺ ഓഫ് ദി ബെസ്റ്റ് ലൈനപ്പ് ആയിട്ടാണ് പാകിസ്ഥാൻ കളിക്കാൻ ഇറങ്ങിയത്. സ്റ്റിൽ അവർക്ക് ഈ USA ടോപ്പ് 4 നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് വിനയായത്. പിന്നെ ഒരു 10 ഓവർ കഴിയുമ്പോഴത്തേന് ചേസിംഗിൽ ഓൾറെഡി പാകിസ്ഥാൻ മനസ്സിലാക്കി ഞങ്ങൾ നോക്കുമെന്നുള്ള രീതിയിൽ ആറ്റിറ്റ്യൂഡായിരുന്നു ഫുൾ ടൈം ഫീൽഡിൽ കണ്ടത്. അപ്പം സൂപ്പർ ഓവർ പറയുകയാണെങ്കിൽ മുഹമ്മദ് ആമിറിന്റെ സൂപ്പർ ഓവറിൽ ഒരു വൈഡ് ഓവർ ത്രോ പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ കൺട്രോൾ പോയിട്ടുള്ള ബോളിംഗ് ആയിരുന്നു. ആകെ 10 റൺസാണെന്നാണ് ഇവർ അടിച്ചെടുത്തത്. ബാക്കിയുള്ള റൺസ് പുള്ളിയിരിക്കും പറഞ്ഞാൽ ഞാൻ വൈഡിലും ഓവർ ത്രോയിലും കിട്ടിയ റൺസാണ്. അപ്പം പക്ഷേ ഇനിയിപ്പോൾ പാകിസ്ഥാൻ അടുത്ത റൗണ്ടിൽ കയറുക എന്നുള്ളത് കുറച്ച് മുഷ്കിലായ കാര്യമാണ്. അൺപ്രഡിക്റ്റബിലിറ്റിയാണ് പാകിസ്ഥാനെ മുഖമുദ്ര. എപ്പോൾ വേണേലും എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ടീമാണ് പാകിസ്ഥാൻ. അപ്പം നമുക്ക് സൺഡേ നമുക്ക് നല്ല അടിപൊളി ഒരു മാച്ച് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്ത്യ ജയിക്കാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബൈ.